മഞ്ഞക്കുഞ്ഞി ജനിച്ചപ്പോൾ തന്നെ അവളുടെ അമ്മ മരിച്ചുപോയി. അച്ഛനായ മഴവില്ലഴകനാണ് അവളെ വളർത്തിയത്. മഴവില്ലഴകൻ മഞ്ഞക്കുഞ്ഞിക്ക് ഒരു നിഴല് പോലെ എപ്പോഴും കൂടെ നിന്നു. മഴവില്ലഴകൻ കൂടെയുള്ളപ്പോൾ ആരും മഞ്ഞക്കുഞ്ഞിയുടെ അടുത്ത് വരാൻ ധൈര്യപ്പെട്ടില്ല. അവർ സുഹൃത്തുക്കളെ പോലെ കളിച്ചും രസിച്ചും കഴിഞ്ഞിരുന്നു. നീ അത്രയ്ക്കായോ? മഞ്ഞക്കുഞ്ഞി, ഈ വഴിക്കപ്പുറം കൊടും കാടാണ്. ഒരിക്കലും നീ ഇത് കടന്നു പോകരുത്. അവിടെ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. മഴവില്ലഴക, നിന്നെ ഞാനൊരു വാർത്ത അറിയിക്കാനാണ് വന്നത്. ഒരു കാട്ടുപൂച്ച ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതിവിടെ ചുറ്റിത്തിരിയുന്നത് ഞാൻ കണ്ടിരുന്നു. ശരി പൈങ്കിളി, ഞാൻ മഞ്ഞക്കുഞ്ഞിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കാം. ഇതറിഞ്ഞ മഴവില്ലഴകൻ തിടുക്കത്തിൽ വീട്ടിലേക്ക് തിരിച്ചു. മഞ്ഞക്കുഞ്ഞി, മഞ്ഞക്കുഞ്ഞി, എന്റെ കൂടെ അല്ലാതെ നീ വീട് വിട്ടെങ്ങും പോകരുത്. ആരു വിളിച്ചാലും പോകരുത്. ഞാൻ പുഴുക്കളെ ചിക്കി പെറുക്കാൻ പോകുമ്പോൾ നീ കൂടുതൽ ശ്രദ്ധ വയ്ക്കണം. ഏയ്, ഹലോ, എന്നെ അറിയാമോ? ഞാനാണ് മീശമാർജാരൻ. നിന്റെ പേര് മഞ്ഞക്കുഞ്ഞിയെന്നല്ലേ? എനിക്കറിയാം. എന്നെ ചേട്ടായിക്ക് എങ്ങനെ അറിയാം? ഞാൻ ഇതുവരെ ചേട്ടായിയെ കണ്ടിട്ടേ ഇല്ലല്ലോ. താങ്കൾ എനിക്ക് തീർത്തും അപരിചിതനാണ്. ഒരു പ്രജയ്ക്ക് സ്വന്തം രാജാവിനെ അറിയില്ലെന്നോ? ഞാനാണ് ഈ കാട് ഭരിക്കുന്ന രാജാവ്. പ്രജകളെ കാണാനിറങ്ങിയതാണ്. ഓ, ഞാൻ കരുതിയത് രാജാവ് എന്നൊക്കെ പറയുമ്പോൾ വലിയ ജന്തുവായിരിക്കുമെന്നാണ്. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ബോഡി ഷേമിംഗ് നിരോധിച്ചിട്ടുണ്ടെന്ന കാര്യം നിനക്കറിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും വിശാല മനസ്കനായ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. മഴവില്ലഴകൻ തിരികെ വീട്ടിലേക്ക് വരുന്നത് ദൂരെ വച്ച് തന്നെ മാർജാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ സൂത്രത്തിൽ അവിടെ നിന്ന് സ്ഥലം വിട്ടു. എനിക്ക് പള്ളി നീരാട്ടിന് സമയമായി. അടുത്ത ദിവസവും മഴവില്ലഴകൻ ചിക്കി പെറുക്കാൻ പോയ തക്കം നോക്കി മാർജാരൻ അവിടെ എത്തി. നീ എന്തിനാണ് എപ്പോഴും അച്ഛന്റെ ഓരം ചേർന്ന് ഇങ്ങനെ നടക്കുന്നത്? എന്റെ കൂടെ വന്നാൽ എന്തെല്ലാം കാഴ്ചകളുണ്ടെന്നറിയാമോ? കണ്ണെത്താ ദൂരെ തരിമണികൾ വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളുണ്ട്. 10,000 വർഷം തിന്നാലും തീരാത്ത നെൽപ്പാടങ്ങൾ. ഓ, നെല്ലും പതിരുമൊക്കെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് അതിലൊന്നും വലിയ കൗതുകമില്ല. നിറയെ മൾബറി പാടങ്ങളും പട്ടുനൂൽ പുഴുക്കളുമുണ്ട് അവിടെ. നീ പട്ടുനൂൽ പുഴുവിനെ ഇതിനു മുൻപ് കഴിച്ചിട്ടുണ്ടോ? ഓ, ഇല്ല. എനിക്ക് ആവശ്യമുള്ള മണ്ണിരയും പ്രാണികളും ഒക്കെ അച്ഛൻ ചിക്കി തികഞ്ഞു കൊണ്ടുവരാറുണ്ട്. ഞാൻ അതിൽ ഹാപ്പിയാണ്. അയ്യോ, മാർജാര രാജൻ അന്ന് വിളിച്ചപ്പോൾ കൂടെ പോയാൽ മതിയായിരുന്നു എന്ന് പിന്നീട് നീ ദുഃഖിക്കേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. അന്ന് മഴവില്ലഴകൻ വീട്ടിലേക്ക് വന്നപ്പോൾ മഞ്ഞക്കുഞ്ഞി അതേക്കുറിച്ച് സംസാരിച്ചു. അച്ഛാ, എന്നെ ഒരിക്കൽ കാടിനപ്പുറമുള്ള നെൽപ്പാടങ്ങളിലേക്ക് കൊണ്ടുപോകാമോ? അതിൽ അപകടമുണ്ടല്ലോ മഞ്ഞക്കുഞ്ഞി. നിറയെ കാട്ടുപന്നികളും അക്രമകാരികളായ കരടികളും ചോര കുടിക്കുന്ന ചെന്നായ്ക്കളും ഒക്കെയുള്ള ഘോരവനം കടന്നു വേണം നമുക്ക് അവിടെ എത്താൻ. അച്ഛൻ അക്കാര്യത്തിൽ പേടിക്കണ്ട. ആ കാട് ഭരിക്കുന്ന രാജാവ് എന്റെ സുഹൃത്താണ്. നീ എന്താണ് മഞ്ഞക്കുഞ്ഞി ഈ പറയുന്നത്? മൃഗരാജനെ നീ പരിചയപ്പെട്ടു വന്നു? സകലരും താണു വണങ്ങുന്ന മൃഗരാജനെ. എന്നാൽ പിന്നെ കാട് കടന്ന് നമുക്ക് യാത്ര പോകാം. ഒരു കാരണവശാലും എന്റെ അടുത്തു നിന്ന് നീ മാറരുതേ. അവർ ഇരുവരും ഘോരവനത്തിലേക്ക് യാത്ര തിരിച്ചു. വഴിയിൽ വച്ച് അവർ പൈങ്കിളിയെ കണ്ടു. പതിവില്ലാതെ മഞ്ഞക്കുഞ്ഞിയും കൂട്ടി എങ്ങോട്ടാണ് രാവിലെ തന്നെ? രണ്ടുപേരും നല്ല തിടുക്കത്തിലാണല്ലോ. മഞ്ഞക്കുഞ്ഞിക്ക് കാടിനപ്പുറം കാണണമെന്ന് വലിയ മോഹം. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് ഞാനും. ഓരോ അടിയിലും അപകടം പതിയിരിക്കുന്ന കാട്ടിൽ നിങ്ങളെ ഞാനും അനുഗമിക്കാം. പൈങ്കിളി കൂടെ പറക്കുന്നതിൽ മഴവില്ലഴകന് തെല്ലൊന്നുമല്ല ആശ്വാസം തോന്നിയത്. കോഴിയും കോഴിക്കുഞ്ഞും വരാൻ പറ്റിയ സ്ഥലം തന്നെ. ഞാനിപ്പൊ നിങ്ങളെ ചവിട്ടി കൂട്ടും. അയ്യയ്യോ പന്നിയെ,
നീ അവിവേകമൊന്നും പ്രവർത്തിക്കരുത്. എന്റെ കൂടെയുള്ള ഈ കോഴിക്കുഞ്ഞ് മൃഗരാജന്റെ സുഹൃത്താണ്. ഞങ്ങൾ മൃഗരാജനെ കാണാൻ പോവുകയാണ്. ഓഹോ, അങ്ങനെയോ? എന്നാൽ അതൊന്നും അറിയണമല്ലോ. ഞാനും കൂടെ വരാം. Animals go marching one by one, hurrah, hurrah. Animals go marching one by one, hurrah, hurrah. ഒരു കോഴിയും കോഴിക്കുഞ്ഞും വന്ന് കയറാൻ പറ്റിയ സ്ഥലം തന്നെ. ഞാനാകട്ടെ ആരെയും മാന്തിപ്പൊളിക്കാൻ കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്റെ കൂടെയുള്ള ഈ കോഴിക്കുഞ്ഞ് മൃഗരാജന്റെ സുഹൃത്താണ്. ഞങ്ങൾ മൃഗരാജന് മുഖം കാണിക്കാൻ പോവുകയാണ്. അത് അത്ഭുതമായിരിക്കുന്നല്ലോ. മൃഗരാജന് ഇങ്ങനെ ഒരു സുഹൃത്തോ? എന്നാൽ ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ. ആ കൗതുകമൊന്ന് കാണണമല്ലോ. നിങ്ങൾ ഒരു നിമിഷം നിൽക്കൂ. നിങ്ങൾ ഇത്ര നേരം കണ്ടതുപോലെ അല്ല. ഇത് ചെന്നായിയുടെ സ്ഥലമാണ്. അവൻ നിങ്ങളോട് ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കില്ല. കണ്ടപാടെ പിടിച്ചു തിന്നും. അതുകൊണ്ട് ഞാൻ മുന്നേ നടക്കാം. ആ, ഇതാര്? കരടിയോ? എന്താ ഈ വഴിയൊക്കെ? ഞാൻ മൃഗരാജന്റെ മന്ത്രിയായതിൽ പിന്നെ നിന്നെ ഈ വഴിയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം മൃഗരാജന്റെ സുഹൃത്തായ ഒരു കോഴിക്കുഞ്ഞുമുണ്ട്. മൃഗരാജന് കോഴിക്കുഞ്ഞ് സുഹൃത്താണെന്നോ? എനിക്കിതൊന്ന് പറഞ്ഞു ചിരിക്കാൻ ഇവിടെ ആരുമില്ലേ? നിങ്ങൾ ആ കോഴിയെയും അതിന്റെ കുഞ്ഞിനെയും എനിക്ക് തന്നിട്ട് പോയാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാം. അയ്യോ, ഞാൻ വെറുതെ പറയുന്നതല്ല. മൃഗരാജൻ എന്നെ പോകാൻ അനുവദിച്ചില്ല എന്നറിഞ്ഞാൽ തീർച്ചയായും കോപിക്കും. ശരി, അത്രയ്ക്കുറപ്പാണെങ്കിൽ ഞാനും വരാം. നമുക്ക് അതൊന്നറിയണമല്ലോ. ഇത് സത്യമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ മന്ത്രിസ്ഥാനം രാജിവെക്കും. By one, hurrah, hurrah. Animals go marching one by one, hurrah, hurrah. ആരടാ അവിടെ എന്റെ ഉച്ചയുറക്കം കളഞ്ഞു വന്നിരിക്കുന്നത്? നിനക്കൊക്കെ എന്താണ് ഇത്ര അത്യാവശ്യം? മാർജാര രാജ, ഇത് ഞാനാണ്, അങ്ങയുടെ സുഹൃത്ത് മഞ്ഞക്കുഞ്ഞി. അങ്ങയോടൊപ്പം പട്ടുനൂൽ പുഴുപ്പാടം കാണാൻ പുറപ്പെട്ടു വന്നതാണ്. മാർജാര രാജനോ? ആ ദുഷ്ടപ്പൂച്ച പാവം മഞ്ഞക്കുഞ്ഞിയെ പറ്റിച്ചതാണെന്ന് തോന്നുന്നു. അല്ലയോ മൃഗരാജൻ, അങ്ങയുടെ പേരിൽ ഒരു കാട്ടുപൂച്ച നാട്ടിലിറങ്ങി നടന്ന് ചെറുജീവികളെ പറ്റിച്ചു വലയിലാക്കുന്നു. അങ്ങ് ഇതിലൊരു നടപടി എടുത്തില്ലെങ്കിൽ അങ്ങയുടെ സൽപ്പേരിന് അതൊരു കളങ്കമായി തീരും. ശരി, ഞാൻ ഉചിതമായ തീരുമാനമെടുക്കാം. അടുത്ത ദിവസവും ഇതൊന്നും അറിയാതെ മാർജാരൻ മഞ്ഞക്കുഞ്ഞിയെ പാട്ടിലാക്കാനെത്തി. നീ നിന്റെ അച്ഛനെ വിട്ടിട്ട് എന്റെ കൂടെ വന്നാൽ ഞാൻ നിന്നെ കാടിനപ്പുറമുള്ള കോഴിക്കുഞ്ഞ് പുനരധിവാസ കേന്ദ്രത്തിലാക്കാം. അവിടെ നെൽമണികളും പട്ടുനൂൽ പുഴുക്കളും തിന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം. മൃഗരാജനാണ് വിളിക്കുന്നത്. വരില്ലേ? വരില്ലേ മോളെ? ചേട്ടായി, ഇങ്ങിറങ്ങി വരൂ. ഞാൻ കൂടെ വരാം. ഇപ്പോൾ തന്നെ വരാം. പൂച്ച താഴെ വന്നതും ചുറ്റുമൊളിച്ചിരുന്ന മൃഗങ്ങൾ പൂച്ചയുടെ മേൽ ചാടി വീണു.